ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്നൊരു ഗീ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. റവ വെച്ചിട്ടാണ് ഗീ കേക്ക് ഞാൻ തയ്യാറാക്കണത്. എഗ്ലെസ് റവ ഗീ കേക്ക്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നതുകൊണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് റവയാണ് ഞാൻ എടുത്ത് കൊടുത്തിട്ടുള്ളത്. 1 കപ്പ് റവയും 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയും 1/2 കപ്പ് തൈരും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. തൈര് എടുക്കുമ്പോൾ അധികം പുളിയില്ലാത്ത തൈര് വേണം ചേർത്ത് കൊടുക്കാൻ. തൈരും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പോളം പാലും കൂടി ചേർത്ത് നന്നായിട്ട് കട്ടയില്ലാണ്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരം അതവിടെ മൂടി വെച്ച് നമുക്കവിടെ മാറ്റി വയ്ക്കാം. പത്ത് മിനിറ്റിന് ശേഷം റവയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം വാനില എസൻസും ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കുക. ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 ടേബിൾ സ്പൂണോളം മൈദയാണ്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ അലുമിനിയം പാത്രത്തിലാണ് ഇത് ബേക്ക് ചെയ്യണത്. അപ്പോൾ ഒരു 10 മിനിറ്റ് മുമ്പ് അലുമിനിയം പാത്രം പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 കപ്പോളം ഗീയാണ്. ഇനി 1/2 കപ്പ് ഗീ ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ 1/4 കപ്പ് ഗീയും 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഗീയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ബേക്ക് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ടാപ്പ് ചെയ്ത് അതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് കളയുക. അതിന് ശേഷം പ്രീ ഹീറ്റ് ചെയ്ത ആ പാത്രത്തിലേക്ക് നമുക്ക് ഇത് ഇറക്കി വയ്ക്കാം. ഒരു 35-40 മിനിറ്റ് നേരമൊക്കെ എടുക്കും ഇത് വെന്ത് വരാനായിട്ട്. അത് മൂടി വെച്ച് ഒരു 40 മിനിറ്റ്, എനിക്കൊരു 40 മിനിറ്റ് സമയമാണ് വന്നിട്ടുള്ളത്. ഒന്ന് കുത്തി നോക്കി അറിയാം നമുക്ക് വെന്തിട്ടുണ്ടെങ്കിൽ. ചൂടാറിയതിന് ശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റുള്ളൊരു ഗീ കേക്കാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാവുന്നൊരു കേക്കല്ലേ. അപ്പോൾ കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നൊരു കേക്കാണ്. അപ്പോൾ നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.